ശബരിമല മേൽശാന്തിയായി ചാലക്കുടി സ്വദേശി ഇ.ഡി. പ്രസാദിനെയും മാളികപ്പുറം മേൽശാന്തിയായി കൊല്ലം സ്വദേശി എം.ജി. മനു നമ്പൂതിരിയെയും തിരഞ്ഞെടുത്തു. ശബരിമല മാളികപ്പുറം ക്ഷേത്രങ്ങളിൽ നടന്ന നറുക്കെടുപ്പിലാണ് മേൽശാന്തിമാരെ തിരഞ്ഞെടുത്തത്. വരുന്ന മണ്ഡലകാല തുടക്കത്തിലാണ് പുതിയ മേൽശാന്തിമാർ ചുമതലയേൽക്കുക. ഒരു വർഷം പുറപ്പെടാ ശാന്തിമാരായി സന്നിധാനത്ത് തുടരും. തുലാമാസ പുലരിയിൽ ശബരീശ സന്നിധിയിലേക്ക് എത്തിയ ഓരോ ഭക്തരുടെ കണ്ണുകളിലും ആകാംക്ഷയായിരുന്നു. 7:45 ഉഷപൂജ പൂർത്തിയായി. അതിനുശേഷമാണ് നറുക്കെടുപ്പിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചത്. രണ്ട് വെള്ളിക്കുടങ്ങൾ അടങ്ങിയ ഒരു താലം ക്ഷേത്രത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നു. അതിൽ ഒരു കുടത്തിൽ 14 പേരുടെ ചുരുക്കപ്പട്ടികയിലുണ്ടായിരുന്ന 14 പേരുടെ പേരുകൾ നിക്ഷേപിച്ചു. മറ്റേ കുടത്തിൽ ഒരു പേപ്പറിൽ മേൽശാന്തി എഴുതുകയും 13 പേപ്പറുകൾ ഒന്നും എഴുതാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിക്ഷേപിച്ചു. അതിനുശേഷം പൂജയ്ക്കായി ഈ 2 കുടങ്ങളും ക്ഷേത്രത്തിന് ശ്രീകോവിലിനുള്ളിലേക്ക് കൊടുത്തയച്ചു. പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള കന്യയ്യപ്പനായിട്ടുള്ള കശ്യപ് വർമ്മയാണ് നറുക്കെടുപ്പ് നടത്തിയത്. ആദ്യം 7 പേരുടെ നറുക്കുകൾ എടുത്തു. ആ സമയത്തൊക്കെ തന്നെ മറ്റ് കുടത്തിൽ നിന്നെടുത്തത് പേരൊന്നും രേഖപ്പെടുത്താത്ത, മേൽശാന്തി എന്ന് രേഖപ്പെടുത്താത്ത നറുക്കായിരുന്നു. 8ാമതായിട്ടാണ് നിയുക്ത മേൽശാന്തിയുടെ പേര് അവിടെ വരുന്നത്. 8ാമത് ആദ്യം നറുക്കെടുക്കുന്നു. തൊട്ടു പിന്നാലെ മേൽശാന്തി എന്നുള്ള പേര് കൂടി പുറത്തേക്ക് വരുന്നു. അതോടുകൂടിയാണ് പുതിയ ശബരിമല മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ പൂർത്തിയായത്. മേൽശാന്തിയായി പ്രസാദ് ഇ.ഡി. ചാലക്കുടി സ്വദേശിയായിട്ടുള്ള പ്രസാദ് ഇ.ഡി. പിന്നീട് എല്ലാ കണ്ണുകളും മാളികപ്പുറത്തേക്കായിരുന്നു. 13 പേരാണ് മാളികപ്പുറത്തെ ചുരുക്കപ്പട്ടികയിൽ ഉണ്ടായിരുന്നത്. ശബരിമലയിൽ നടന്നതിന് സമാനമായ രീതിയിലുള്ള നറുക്കെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കി. അതിനുശേഷം 7 പേരുടെ പേരുകൾ നറുക്കെടുത്തു. ആ സമയത്തൊക്കെ തന്നെ മേൽശാന്തി എന്നുള്ള ഒരു നറുക്ക് മറ്റ് വെള്ളിക്കുടത്തിൽ നിന്ന് ലഭിച്ചില്ല. 8ാമതായിട്ടാണ് മനു നമ്പൂതിരിയുടെ പേര് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് വന്നു. തൊട്ടു പിന്നാലെ മേൽശാന്തി എന്നുള്ള ഒരു നറുക്ക് കൂടി മറ്റ് വെള്ളിക്കുടത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ മനു നമ്പൂതിരിയായി വരുന്ന ഒരു വർഷത്തേക്ക്, വൃശ്ചിക പുലരി മുതലുള്ള ഒരു വർഷത്തേക്ക് ഇവിടുത്തെ പുറപ്പെടാ മേൽശാന്തിയായി നിയോഗിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പോൾ മനു നമ്പൂതിരിയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. 7ാം നമ്പർ പേരാണ്. അദ്ദേഹം കൂട്ടിക്കട സ്വദേശിയാണ്, കൊല്ലം കൂട്ടിക്കട സ്വദേശിയാണ്. മനു നമ്പൂതിരി, കൊല്ലം കൂട്ടിക്കട സ്വദേശിയായിട്ടുള്ള മനു നമ്പൂതിരി മേൽശാന്തിയായി, മാളികപ്പുറം മേൽശാന്തിയായി 3ാം തവണയാണ് മാളികപ്പുറത്തെ മേൽശാന്തിയായി അദ്ദേഹം പട്ടികയിൽ ഉൾപ്പെടുന്നത്. വളരെ സന്തോഷം. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യങ്ങളൊന്നുമില്ല, ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ. അതിൻ്റെ സന്തോഷം എന്താ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വലിയ സന്തോഷമാണ് ആ സ്ഥാനലബ്ധിയിൽ. എല്ലാം അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം. ഇവിടെ അയ്യപ്പൻ തന്നെയാണ്. അത് ഇത്തിരി കൂടെ വലിയ രീതിയിലേക്ക് ആവാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം. നിയുക്ത മേൽശാന്തിമാർ അടുത്ത ദിവസം തന്നെ ശബരിമലയിലും മാളികപ്പുറത്തും സന്ദർശനം നടത്തും. പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും മേൽശാന്തിയാകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇനി കാത്തിരിപ്പാണ്. അടുത്ത തവണയെങ്കിലും അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയും പൂജിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയുള്ള കാത്തിരിപ്പാണ്. ക്യാമറമാൻ വിജയ് വിഎസിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.